Hi, welcome to my Muna Staycation vlog. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്ന സ്റ്റേക്കേഷൻ റിസോർട്ടിന്റെ പേരാണ് Scenic by IHCL Selections. IHCL group of company was founded in the year 1902 by Jamshedji Tata, and obviously it holds a different group of hotels like Taj, Gateway, Ginger group of hotels, etc. Come, let's explore the resort. ഇവിടെ കയറി വരുമ്പോൾ തന്നെ റിസപ്ഷൻ ഏരിയ ആണ്. This resort is ideal for a beautiful stay away from your busy life and helps you to reconnect with nature. നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സ്റ്റേക്കേഷനോ വേണ്ടിയിട്ടുവാണെങ്കിൽ ദിസ് റിസോർട്ട് ഓഫേഴ്സ് യു വെൽ ബാലൻസ്ഡ് എക്സ്പീരിയൻസ് ഓഫ് ലക്ഷറി ആൻഡ് സൈലൻസ്. നല്ല സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആൻഡ് ദേ ഹാവ് എ ഹെൽപ്പ് ഡെസ്ക് ഓവർ ദേർ. ഈ റിസപ്ഷൻ ഏരിയയിൽ നല്ല സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ചെക്ക് ഇൻ ഫെസിലിറ്റി വാസ് സോ സ്മൂത്ത്. കം, ഐ വിൽ ഷോ യു ദ ബിഗ്ഗസ്റ്റ് അട്രാക്ഷൻ ഓഫ് ദിസ് ഏരിയ. ഈ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫോറസ്റ്റ് സൈഡ് ഓഫ് മൂന്നാറിലാണ് വിത്ത് ഫോഗ് കവേർഡ് മൗണ്ടൻസ്. സോ വി ക്യാൻ സീ മോർ ലഷ് ഗ്രീൻ ഫോറസ്റ്റ് വ്യൂസ് rather than the views of tea plantations. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ റിസോർട്ടിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി 5 ബേസ്മെൻറ്റ് ഫ്ലോർസ് ഏരിയസിലായിട്ടാണ് സ്പ്രെഡായി കിടക്കുന്നത്. റൂംസ് ഉള്ളത് ഇതിൽ ഏറ്റവും താഴത്തെ ഏരിയയിലാണ്. സ്റ്റാൻഡേർഡ് ഡബിൾ റൂം തൊട്ട് ഹണിമൂൺ സ്വീറ്റ്സ് വരെ അവൈലബിൾ ആണ്. There are 5 basement floors ഉണ്ട്. നമുക്ക് ഓരോ ബേസ്മെന്റ് ഫ്ലോർസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. B1, that is first basement floor, is a tree sky, which is a bar area. ഇത് ബാർ ഏരിയയുടെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ, ആൻഡ് നൈറ്റ് വ്യൂ ഇസ് സോ ഗുഡ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല, കാരണം വി ഹാവ് ചെക്ക്ഡ് ഇൻ ഓൺ May 1st, which is Friday. So they do have an amazing varieties of cocktails and other drinks. ആൻഡ് ഇവിടെയും ഒരു ഔട്ട്ഡോർ സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. And I prefer the outdoor space. Third basement floor എന്ന് പറയുന്നത് Valley, which is a banquet hall, and the fourth basement hall എന്ന് പറയുന്നത് recreational area ആണ്. And in the recreational room ഓരോ ദിവസം അവർ ഓരോ ആക്ടിവിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടുഡേ ഇറ്റ്സ് എ കരോക്കെ നൈറ്റ്. Now we are at the 5th basement floor of the resort, and it's a huge property. അപ്പം നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആവാൻ വേണ്ടിയിട്ട് they have provided a route map. And this 5th basement ഫ്ലോറിലുള്ളത് സ്പാ, ഫിറ്റ്നസ് സെൻറ്റർ, സ്വിമ്മിംഗ് പൂൾ ആൻഡ് amphitheater. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് നമ്മൾ നടക്കുമ്പോൾ they have a very green and very beautiful pathway, and this pathway leads to the rooms of the resort.
ഈ ഫ്ലോറിലാണ് സ്പാ ഉള്ളത് ആൻഡ് ദ സ്പാ ടൈമിംഗ് ഈസ് ബിറ്റ്വീൻ 8 AM to 8 PM. നെക്സ്റ്റ് കംസ് അവർ ഫിറ്റ്നസ് ഏരിയ. ഈ ഫിറ്റ്നസ് ഏരിയയിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയൊരു ഔട്ട്ഡോർ സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഫിറ്റ്നസ് സെൻറ്റർ. ഫിറ്റ്നസ് സെൻറ്റർ ടൈമിംഗ് 8 to 8 ആണ്. ആൻഡ് രാവിലെയും വൈകുന്നേരം ഇവർക്ക് സ്പെഷ്യൽ ട്രെയിനറിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഫിറ്റ്നസ് സെൻറ്ററിൽ നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് ഒരു ആംഫി തിയേറ്റർ സ്പേസ് കാണാൻ സാധിക്കും. ചെറിയ ഇൻറ്റിമേറ്റ് ഫങ്ഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. അതിൻ്റെ പാസേജ് ഏരിയാസ് ഒക്കെ കണ്ടോ, ഫുൾ ഓഫ് ഗ്രീൻ അല്ലേ. കം ലെറ്റ്സ് ചെക്ക് ദി സ്വിമ്മിംഗ് പൂൾ ഏരിയ. ഇതാണ് ഇവിടുത്തെ പൂൾ ഏരിയ. ആൻഡ് പൂൾ ഏരിയ തന്നെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡൽട്സിനും കിഡ്സിനും സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ആൻഡ് ടെമ്പറേച്ചർ കൺട്രോൾഡ് അല്ല കേട്ടോ. ഇപ്പം നമ്മളുള്ളത് സെക്കൻഡ് ബേസ്മെന്റ് ഫ്ലോറിലാണ്, വിച്ച് ഇസ് എ റെസ്റ്റോറൻറ്റ് ഏരിയ. ഓൾ ഡൈനിങ് റെസ്റ്റോറൻറ്റ് ആണ്. ബോത്ത് ബുഫേ ആൻഡ് എല്ലാ സർവീസസ് ഡേ. റെസ്റ്റോറൻറ്റ് 2 സെക്ഷൻസ് ഉണ്ട്. ഇൻഡോർ ഏരിയ ഉണ്ട്, ഔട്ട്ഡോർ ഏരിയ ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ചൂസ് ചെയ്തത് ഇൻഡോർ ഏരിയ ആണ്. ആൻഡ് ഔട്ട്ഡോർ ഏരിയ എന്ന് പറയുന്ന ഒരു ട്രീ ഹൗസിൻ്റെ ഫോമാറ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ആ ഏരിയ നമ്മൾ ഡിന്നറിന് എക്സ്പ്ലോർ ചെയ്യും. കോമൺ പൂൾ വരുന്നത് ഇപ്പോഴും സെപ്പറേറ്റ് ടെമ്പറേച്ചർ കൺട്രോൾ അല്ല, നോർമൽ. ഈ റൈറ്റ് സൈഡിലാണ് ജിമ്മും സ്പായും, താഴത്തെ ഫ്ലോറിലാണ് ജിം, അപ്സ്റ്റേഴ്സാണ് സ്പാ. ഇനി നമുക്കൊരു റൂം ടൂർ ആയാലോ. കം. ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഒരു ഹണിമൂൺ സ്വീറ്റ് ആണ്. ആൻഡ് ഐ ഷുഡ് സേ ദിസ് റൂം ഇസ് എ പെർഫെക്റ്റ് ഓപ്ഷൻ ഫോർ ഹണിമൂൺ കപ്പിൾ ഹു ആർ ട്രാവലിംഗ് ടു മൂന്നാർ. As we step into the room, നമുക്കൊരു cozy living area with a single seating space കാണാൻ സാധിക്കും. Yes, the resort also left us a cute welcome treat. Thank you. Moving ahead, you'll notice a courtyard right next to the living room with an open to sky ceiling. ഇവിടെ വരുന്ന ഏതൊരു ഗസ്റ്റിൻ്റെയും വ്യൂ പോകുന്നത് ദ മേജർ അട്രാക്ഷൻ ഓഫ് ദിസ് റൂമിലേക്കാണ്.
we do have a staircase area which divides this room into 2 portions. ഇതിന് റൂമെന്നൊന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് ലിറ്ററലി എ വില്ല. സോ നമ്മൾ ഈ സ്റ്റെയർകേസ് ഇറങ്ങി വരുമ്പോഴാണ് ഈ റൂമിലെ സെക്കൻഡ് പോർഷനിലേക്ക് കടക്കുന്നത്. ആൻഡ് ദിസ് റൂം ഇസ് എ ഡബിൾ സീലിംഗ് ഏരിയ ആൻഡ് വൺ പോർഷൻ ഇസ് ഫുള്ളി കവേർഡ് ബൈ ഗ്ലാസ് ആൻഡ് ദിസ് റൂം ഹാസ് ആൻ ഇൻഫിനിറ്റി പ്ലഞ്ച് പൂൾ. See, we can literally feel the nature and the scenic beauty of Munnar. Obviously, this justifies the name of the hotel. Then, the third portion of the room, which is a bedroom. See how aesthetically they made. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് കടന്നാലോ? ഈ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് മൂന്നാറിലെ ഫോറസ്റ്റ് പോർഷനിലാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബെഡ്റൂമിന് കൊടുത്തേക്കുന്നത് ഒരു ഫോറസ്റ്റ് തീമാണ്. സി വാൾസ് ഒക്കെ പക്ക സ്റ്റോൺ ആണ് കേട്ടോ. ആൻഡ് സി ദ വുഡൻ ഫിനിഷ് ഓഫ് ദി സീലിംഗ്, വാൾസ്. ആൻഡ് ഒരു ലക്ഷറി ബെഡ്റൂമിന് വേണ്ട എല്ലാ അമ്യൂണിറ്റീസും തന്നെ ഇവിടെ ഉണ്ട്. And the major highlight of this room, കാണിച്ചു തരട്ടെ, this view you guys. We do have a beautiful balcony. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ ഒരു 16 ഡിഗ്രി 17 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ട്. വൈകുന്നേരം ആയിട്ടുള്ളൂ, രാത്രി പോലും ആയിട്ടില്ല. നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയ ആണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ്, പക്ക ഫോറസ്റ്റ് ഏരിയ ആണ്. സോ ഇറ്റ് ഗീവ്സ് us 100% പ്രൈവസി. നോർമലി നമ്മൾ കണ്ടുവന്നേക്കുന്നത് ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തേക്കുന്ന വാഷ്റൂം ഏരിയ അല്ലേ. ബട്ട് ഹിയർ വി ഡു ഹാവ് എൻ എക്സ്ക്ലൂസീവ് വാഷ്റൂം ഏരിയ. കം ലെറ്റ്സ് സീ. ആൻഡ് ഈ വാഷ്റൂം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് റൈറ്റ് അക്രോസ് ദി ഹോളാണ്, വിച്ച് കണക്ട്സ് ദ ലോബി ആൻഡ് ദ പൂൾ ഏരിയ. വാഷ്റൂം ഏരിയയിലേക്ക് പോകുന്ന വഴിയാണ് ഡ്രസ്സിംഗ് റൂം ഏരിയ അവർ കൊടുത്തേക്കുന്നത്. ആൻഡ് ഈ ഡ്രസ്സിംഗ് റൂമിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് അവർ കൊടുത്തേക്കുന്നത്. സി കണ്ടോ? ആൻഡ് ദ വാർഡ്രോബ് സെക്ഷൻ. പിന്നെ അൺലൈക്ക് അതർ റിസോർട്ട്സ് ഇവർ ഒരു ഹാഫ് സൈസ് മിററും ഒരു ഫുൾ സൈസ് മിററും ഡ്രസ്സിംഗ് റൂമിന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ദ വാഷ്റൂം ഏരിയ. Washroom area is so huge and ഇവരൊരു ന്യൂട്രൽ കളർ വിത്ത് വാം ആംബിയൻ ലൈറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് വാഷ്റൂം ഏരിയ ഹാസ് ഗോട്ട് എ ബിഗ് മിറർ. സി ക്യൂട്ട് ബോക്സ് അല്ലേ? ഓൾ ദി എസെൻഷ്യൽസ് ആർ ബീൻ പ്രൊവൈഡഡ്. ആൻഡ് ഇവിടെ കണ്ടോ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ കംസ് ദി ബാത്റൂം. ഈ വാഷ് ഏരിയയും ബാത്റൂം ഏരിയയും ഒരു ചെറിയൊരു പാർട്ടീഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂളിലേക്കുള്ള എൻട്രൻസ് വാഷ്റൂം ഏരിയ എന്നാണ് കേട്ടോ. ദിസ് ഇസ് ദ പൂൾ സൈഡ് ഏരിയ. പ്ലഞ്ച് പൂളാണ്, ഇൻഫിനിറ്റി പ്ലഞ്ച് പൂളാണ് ഈ റിസോർട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ പൂൾ സൈഡ് ഏരിയയിലൊക്കെയുള്ള എൻട്രൻസ് വാഷ്റൂമിലേക്ക് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ പൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നേരെ പോവുക വാഷ്റൂമിലേക്കാണ്. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൻ്റെ ഫ്ലോറോ അല്ലെങ്കിൽ ലോബിയുടെ ഫ്ലോറോ വെറ്റാവുകയില്ല. ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് ആക്ച്വലി റിസപ്ഷൻ ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ വ്യൂ പോയിന്റ്,
അത് ഏറ്റവും മുകളിലാണ്. ആൻഡ് താഴത്തേക്ക് 5 ബേസ്മെൻറ്റ് ഫ്ലോർസ് ആണുള്ളത്. ഓരോ ഫ്ലോറിൽ ഇപ്പം ഒരു ഫ്ലോറിൽ റെസ്റ്റോറൻറ്റ്, ഒരു ഫ്ലോറിൽ ബാർ ആൻഡ് മറ്റേ ഫ്ലോറിൽ സ്പാ. പിന്നെ ഏറ്റവും താഴത്തെ ബേസ്മെൻറ്റ് ഏരിയയിൽ നിന്ന് നടന്നു പോകുമ്പോഴായിരിക്കും റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആൻഡ് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരട്ടെ. സി ഹൗസ് ഫോൺ. ക്യൂട്ടല്ലേ? ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് റെസ്റ്റോറൻറ്റ് ഏരിയയിലാണ്. ഹഫ് കിച്ചൺ. റെസ്റ്റോറൻറ്റ്സിന് 2 സെക്ഷനാണ്. ഒന്ന് ഇൻഡോർ സെക്ഷൻ ഉണ്ട്, വിച്ച് ഈസ് എയർ കണ്ടീഷൻ, ആൻഡ് ഔട്ട്ഡോർ സെക്ഷൻ കൂടി ഉണ്ട്. ആൻഡ് ഐ പ്രിഫർ ഔട്ട്ഡോർ സെക്ഷൻ യൂഷ്വലി. ബ്യൂട്ടിഫുൾ അല്ലേ? എയർ കണ്ടീഷൻഡ് അല്ല, ബട്ട് ഇറ്റ്സ് മൂന്നാർ, സോ എയർ കണ്ടീഷൻ്റെ ആവശ്യമില്ല. Kulcha and mutton curry. This mutton curry is so good. There is chocolate mousse, shahi tukda, black forest, pear ormilla, it's raspberry something, raspberry fill something, and it's a banana pudding. Sugar kattlana, but I'll try. നല്ല ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി ബഗ്ഗിയൊന്നും വേണ്ട, നൈറ്റ് വ്യൂ ഒക്കെ കണ്ടിട്ട് നടന്നാലോ എന്ന്. ആൻഡ് ദാറ്റ് വാസ് അവർ ബെസ്റ്റ് ഡിസിഷൻ. പാത്വേസ് were aesthetically lit with ambient lighting, and I can't get over the night views of this property. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ദേ ഹാവ് പുട്ട് സ്മോൾ സ്പീക്കേഴ്സ് ഓൺ either സൈഡ് ഓഫ് ദ pathways, and they are playing soothing music that made our day. One of the things I really like about this resort is the buggy service. It's available 24/7 and just one call away. So this is the night view of this resort. Morning view already ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. So night view is much better than the morning view as usual. So നമ്മൾ നമ്മുടെ റൂമിൻ്റെ ലെയിനിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ റൂമിലെത്തി കേട്ടോ. കുറേ ഫുഡ് അടിച്ച കാരണം നടന്നപ്പോൾ ഒരു സുഖമായി. അങ്ങനെ നമ്മുടെ 1 day staycation ഇവിടെ എൻഡ് ചെയ്യാണ്. Hope you like my video, and if you like my video, please do like, share and subscribe. ഇനിയും നമ്മൾ കുറേ സ്റ്റേക്കേഷൻ യുണീക്ക് ആൻഡ് അധികം ആരും പോവാത്ത സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോയി ഞങ്ങൾ കാണിച്ചു തരും. ആൻഡ് യാ, that's for today. Bye, good night.
വെൽക്കം ടു മൈ ചാനൽ. അതൊന്ന് കട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് കാണിച്ചു തരണ്ട. വിച്ച് ഇസ് ദ ഒരു മിനിറ്റ്. കൈ എങ്ങനെയുണ്ട്? കൈയുടെ തടി ഹോൾ എന്ന് പറയുന്നത് ബേസ്മെന്റ് ഫ്ലോർ. ഒന്നുകൂടി പറഞ്ഞു, 3rd basement floor, 4th basement floor. ഇത് ഇങ്ങനെ നിന്ന് എങ്ങനെയുണ്ട്? സ്റ്റോറേജ് സ്പേസ്, ബേസിക് സ്റ്റോറേജ് സ്പേസ്. വി ഹാവ് ആർ സോ ഐ വിൽ ബി ഇൻട്രൊഡ്യൂസ് ടു യു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറഞ്ഞേ, ഓരോ ഫ്ലോറിലും ഓരോ ആക്ടിവിറ്റീസ് ആൻഡ് ഓരോ എന്താ ഈ ബെഡ്റൂം. പിന്നെ ഈ ബെഡ്റൂമിനെ സ്പെഷ്യൽ ആക്കുന്ന വലിയൊരു എലിമെന്റ് ഉണ്ട്. അത് പറയണോ? അല്ലല്ലേ, കട്ടേ ഞാൻ എങ്ങനെയില്ല, ഇവിടെ നിൽക്കട്ടെ. നമുക്കിനി സ്വിമ്മിങ് ഒരു മിനിറ്റ് ഒന്നുകൂടെ നിൽക്കട്ടെ. ശരി, സഹിക്കാൻ വയ്യ.